കണ്ടും ഇൻസ്റ്റാഗ്രാം കണ്ടും വാട്സപ്പ് ഗ്രൂപ്പിലെ ഫോർവേഡ് തമാശകളൊക്കെ കണ്ട് സ്വന്തം ഫോണിൽ നോക്കി പുഞ്ചിരിക്കുന്ന ഒരുപാട് പേരെ എൻ്റെ ബസ് യാത്രകൾക്കിടയിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപരിചിതരാണെങ്കിലും പരസ്പരമൊക്കെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്ന ശീലം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നേ. ഇന്നിപ്പോൾ എല്ലാവരും ബിസിയല്ലേ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അൽഫോൺസം പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു പോവുകയാണ്. വേദനിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. ഇതെത്രയോ യാഥാർത്ഥ്യമാണല്ലേ. ഒരു മെഴുതിരിവട്ടവുമായി ഇരുട്ടുള്ളൊരു മുറിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായി ആ ഇരുട്ട് പ്രകാശത്തിന് വഴിമാറുന്നു. വേദനിക്കുന്നവരുടെ അടുത്തേക്ക് പുഞ്ചിരിയുമായി നാം കടന്നു ചെല്ലുമ്പോൾ അവരുടെ വേദന ആശ്വാസമായി സന്തോഷമായി മാറുന്നു. നമ്മുടെ അൽഫോൺസമ്മയുടെ സാന്നിധ്യം, അൽഫോൺസമ്മയുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരി ഇരുട്ട് പ്രകാശത്തിന് വഴിമാറുന്നത് പോലെ, വേദന സന്തോഷത്തിന് വഴിമാറുന്നത് പോലെ കണ്ടുമുട്ടുന്നവർക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകുന്നതായിരുന്നു. അതാണ് പുഞ്ചിരി ഒരു തിരിവട്ടമാകുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്നെ നോക്കി ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ അതെന്നെ മാനിക്കുന്നതിന് തുല്യമല്ലേ? അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഒരു പുഞ്ചിരിക്ക് വലിയ വിലയുണ്ടെന്നേ. സ്നേഹം വറ്റി വരളുന്ന, യഥാർത്ഥ സ്നേഹം കബളിപ്പിക്കപ്പെടുന്ന, ആഗ്രഹിച്ചിട്ടും അർഹിച്ചിട്ടും കിട്ടാതെ പോകുന്നൊരു സ്നേഹം, അത് നമ്മുടെയൊക്കെ ഒരു പുഞ്ചിരിക്ക് നൽകാവുന്നതാണ്. ഒട്ടും ചിലവില്ലാത്ത ഈ പുഞ്ചിരി കൊണ്ട് എൻ്റെ അടുത്തുള്ളവർക്ക് ഒരു കട്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് എത്രയോ വലിയ കാര്യമാണ്. അൽഫോൺസമ്മയുടെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ അൽഫോൺസ് നമ്മെ കാണിച്ചു തന്ന മാതൃക നമുക്കൊന്ന് പ്രാക്ടിക്കലാക്കണ്ടേ. ഒരിക്കലും അൽഫോൺസം മഠത്തിലായിരിക്കുമ്പോൾ ചാമ്പയ്ക്ക് പറക്കാനായി പള്ളിക്കൂടം കഴിഞ്ഞ് മഠത്തിൻ്റെ മതിലും ചാടി വന്ന കുറച്ച് കുട്ടിക്കുറുമ്പന്മാരുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി അവർ അൽഫോൺസമ്മയെ കണ്ടുമുട്ടിയപ്പോൾ വഴക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച അവർക്ക് പുഞ്ചിരിച്ച മുഖവുമായി കൈ നിറയെ ചാമ്പങ്ങയുമായി അൽഫോൺസമ്മ എത്തി. ഒപ്പം സ്നേഹത്തിൻ്റെ ശാസനയും ക്രിസ്തു സ്നേഹത്തിൻ്റെ മുദ്രണവും അവർക്ക് നൽകി. അവരെ സുഹൃതജപങ്ങളെല്ലാം പഠിപ്പിച്ച് ഈശോയുടെ സ്വന്തം മക്കളാക്കി തീർത്തു. അൽഫോൺസമ്മയെ പോലെ നമുക്കും പുഞ്ചിരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും വിശുദ്ധി ഉണ്ടാകണം. കറയോ കളങ്കമോ ഇല്ലാത്ത, ആരോടും വിരോധമില്ലാത്തൊരു ഹൃദയം. അപ്പോഴാണ് നമ്മുടെ പുഞ്ചിരിക്കും വശ്യതയുണ്ടാകുക, മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കുക. അൽഫോൺസമ്മയുടെ പുഞ്ചിരിക്ക് പുറകിൽ ഒരു രഹസ്യം കൂടിയുണ്ട്. അതാണ് ക്രിസ്തു സ്നേഹം. ക്രിസ്തുവിൻ്റെ ആനന്ദം സ്വന്തമാക്കിയവളായിരുന്നു അൽഫോൺസമ്മ. അതാണ് അവളുടെ ബാഹ്യപ്രകടനത്തിൽ പുഞ്ചിരി നിറഞ്ഞത്. നമുക്കും അൽഫോൺസമ്മയെ പോലെ പുഞ്ചിരിക്കാനും അനേകർക്ക് ആശ്വാസവും സമാധാനവും നൽകുവാനും സാധിക്കാനായി അൽഫോൺസമ്മയുടെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം. വേദനിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ പുഞ്ചിരിക്കാൻ അൽഫോൺസമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്തുതിയായിരിക്കട്ടെ.